അതായത് അൽഫോൻസാമ്മയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠയാണ് നമ്മുടെ ഈ പള്ളിയുടെ ഒരു സൈഡിലുള്ളത്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠ. അതായത് കേരളത്തിൽ രണ്ട് വ്യക്തികളെയാണ് അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളെയാണ് വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന് മദർ തെരേസയും ഒന്ന് വിശുദ്ധ അൽഫോൻസാമ്മയും പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ്. അതായത് മാർപ്പാപ്പ പ്രഖ്യാപിച്ചാണ് വിശുദ്ധ അൽഫോൻസാമ്മേനെ മദർ തെരേസ. ഇനി അടുത്ത യാത്ര മദർ തെരേസേനെ അന്വേഷിച്ചുള്ളതാണ് എൻ്റെ അടുത്ത യാത്ര. വർഷങ്ങളായി ബൈബിൾ കൈ കൊണ്ട് തൊട്ടിട്ട്. അപ്പോൾ നമുക്ക് ഈ ബൈബിളൊന്നും എന്ത് ചെയ്യണം, തുറന്ന് നോക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബൈബിൾ തുറക്കുകയാണ്, കണ്ണടച്ച്. പണ്ടൊക്കെ ഇങ്ങനെയാണ് ബൈബിൾ തുറക്കുന്നത്. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്, എനിക്ക് എന്താണ് എൻ്റെ മുന്നോട്ടുള്ളൊരു വാഗ്ദാനം. എനിക്ക് കിട്ടിയത് ജ്ഞാനസ്നാനം എന്ന് പറയുന്ന ബൈബിളാണ്. അതിനകത്ത് എനിക്ക് കിട്ടിയ ഭാഗം എന്ന് പറഞ്ഞാൽ 17-ാം അധ്യായം, ഇരുളും വെളിച്ചവും. അങ്ങയുടെ വിധികൾ മഹത്വവും അവർണ്ണനീയവുമാണ്. അതിനാൽ ശിക്ഷണം ലഭിക്കാത്തവർ വഴിതെറ്റിപ്പോകുന്നു. വിശുദ്ധ ജനം തങ്ങളുടെ പിടിയിൽ അമർന്ന് കരുതി. ധിക്കാരികൾ അന്ധകാരത്തിന് അടിമകളും നീണ്ട രാത്രിയുടെ തടവുകാരുമാണ്. അതായത് ഇരുളും വെളിച്ചം എന്ന് പറഞ്ഞ ഒരു അധ്യായമാണ് എനിക്ക് കിട്ടിയത്. ഇതിനകത്ത് ശരിക്കും നല്ലൊരു ശിക്ഷണം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനിന്ന് നല്ലൊരു നിലയിലെത്തിയാണ്. അപ്പോൾ എൻ്റെ ശിക്ഷണത്തിൻ്റെ കുറവാണ് എനിക്ക് കിട്ടിയ വചനവും. ഇരുളും വെളിച്ചവും. ഇപ്പം എൻ്റെ യാത്ര ഇരുളിലൂടെയും വെളിച്ചത്തിലൂടെയാണ്. ഇരുളിൽ നിന്ന് മാറി ഞാൻ വെളിച്ചത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും